നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. വിശുദ്ധ പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളാണ്. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനം ഏറ്റുപറയുക. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ഇതാണ് സത്യം. അതായത് കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങളിൽ താമസം വരുത്തുന്നില്ല. പക്ഷേ വിശുദ്ധ പത്രോസിൻ്റെ കാലഘട്ടങ്ങളിൽ ചിലർ വിചാരിച്ചിരുന്ന് കർത്താവ് വിഷയങ്ങളെ വെച്ച് താമസിപ്പിക്കുന്നു. എന്താ ഇപ്പോൾ ഈ വചനം ഇങ്ങനെ തിരക്കി പിടിച്ച് കണ്ടുപിടിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഈ സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടില്ലേ? ഒന്നും വെച്ച് താമസിപ്പിക്കാത്ത സാക്ഷ്യങ്ങളാണ്. പലപ്പോഴുമൊക്കെ ഉടമ്പടി കഴിയുമ്പോഴോ ഉടമ്പടി പുതുക്കുമ്പോഴോ അന്ന് തന്നെ നടന്നു മാറുന്ന സാക്ഷ്യങ്ങളാണ്. അന്ന് തന്നെ. അതാണ് കർത്താവിൻ്റെ ഒരു നയപരമായ രീതി എന്ന് പറഞ്ഞ കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങളിൽ താമസം വരുത്തുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എല്ലാവർക്കും ബാധകമാണ്. എല്ലാവരും ഈ കർത്താവിൻ്റെ മനസ്സിൽ കുറിച്ചിടണം. പക്ഷേ എന്താണ്, ചിലർ വിചാരിക്കുന്നുണ്ടെന്നാണ് പറയണത്, ഇല്ലേ? ചിലർ വിചാരിക്കുന്നുണ്ട്. എന്താണ്? അപ്പോൾ അന്ന് വരെ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചില ധാരണകളെ വിശുദ്ധ പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് തിരുത്തുകയാണ്. ചിലരങ്ങനെ വിചാരിക്കുന്ന, അത് നിസ്സാര കാര്യമല്ല. ചിലരങ്ങനെ വിചാരിച്ചാൽ, ഇപ്പോൾ വിജയകുമാർ സാറിൻ്റെ ക്ലാസ്സിൽ സാറ് ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ? അതായത് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന, ഞാൻ ഈ വിഷയം പണ്ട് സംസാരിച്ചിട്ടുള്ളതാണ്, ഈ രീതിയിലല്ലെങ്കിൽ വേറൊരു രീതിയിൽ ദൈവത്തെ പലപ്പോഴും നമ്മൾ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആയിട്ട് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യും. ദൈവത്തെ കുഞ്ഞു കാര്യങ്ങളുടെ തമ്പുരാനായിട്ട് ഇങ്ങനെ ന്യൂനീകരിക്കും നമ്മൾ. ദൈവത്തോട് അത്രയും ചോദിക്കാവോ? സാർ ചോദിച്ചായിരുന്നല്ലോ, ഇല്ലേ? പലിശ അടക്കാനുള്ള കാശെങ്കിലും തന്നാൽ മതി, അല്ലേ? അതാണ് സാറ്, കറക്റ്റാണത്. അപ്പോൾ ഇങ്ങനെ കുറേ ധാരണകൾ, ദൈവത്തോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ആണ് പിശാച് ആദ്യം എടുത്ത് കളയണത്. നമ്മുടെ സ്വാതന്ത്ര്യം ആദ്യം എടുത്ത് കളയും. ദൈവത്തോട് ഇപ്പോൾ അമ്മയും മക്കൾ എന്ന രീതിയിൽ മക്കൾ അമ്മയോട് അപ്പനോടും എന്തും ചോദിക്കും. കാര്യം എന്താ? അവർക്ക് നല്ല അവകാശബോധമുണ്ട്, സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ദൈവത്തോട് വേണ്ടത് എന്താണ്? അവകാശബോധവും സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യവുമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്ക് ദൈവ പൈതൽ എന്ന നിലയിലെ
അങ്ങയോട് അവകാശബോധവും അതേസമയം സ്നേഹത്തോടെയുള്ള സ്വാതന്ത്ര്യവും നൽകി അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. തുല്യം ചെയ്യാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ഒരുമിച്ച് എല്ലാവരും തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ. തുല്യം ചെയ്യാൻ തുല്യം ചൊല്ലാൻ ആരുമില്ലേ സന്തോഷത്തിന് പാടുക പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. Praise the Lord. എപ്പോഴും പ്രാർത്ഥനയുടെ വിഷയം വരുമ്പോൾ പ്രഭു 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 നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്. ദൈവത്തോട് സുവിശേഷകർ ചോദിക്കുന്ന ചോദ്യമാണ് ബൈബിളിലെ. പ്രഭു പ്രഭു നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ വന്നു? മത്തായി ശ്ലീഹായുടെ സുവിശേഷമാണ് 13-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. മത്തായി ശ്ലീഹ 13-ാം അധ്യായം 26-ാമത്തെ. പ്രഭു പ്രഭു നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്. അപ്പോൾ നല്ല വിത്തിൻ്റെ കൂടെ എന്ത് വരുമെന്ന് അറിയണത്? ആ വിത്ത് മുളച്ച് വളർന്നപ്പോൾ കളയും കാണപ്പെട്ടു. അപ്പോൾ പ്രഭു എന്താ പറയണത്? എങ്ങനെയാണ് ഈ കള വന്നത്? നല്ല വിത്തിൻ്റെ കൂടെ എങ്ങനെയാണ് കള വന്നത്? എങ്ങനെയാണ് വന്നത്? അത് ശത്രു ചെയ്ത പണിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ അതാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായം 28-ാമത്തെ വാക്യം. അത് ശത്രു ചെയ്ത പണിയാണ് എന്ന് പറഞ്ഞേ. അത് ശത്രു ചെയ്ത പണിയാണ്. അപ്പം ശത്രുവിൻ്റെ പണി കുറേ ഉണ്ട്. അതിലൊരു പണിയാണ് എന്താണ്? കാലവിളംബം. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നു വന്നു. അപ്പം ആരും അവരെ വിചാരിപ്പിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ താമസം വരുത്തുന്നില്ല.
സഭയുടെ ധാരണകളെ തിരുത്തുകയാണ്. സുവിശേഷ പ്രഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ശത്രു ചെയ്ത കളകളെ പറിച്ചു മാറ്റുകയാണ്. ശത്രു ചെയ്ത കളകളെ ഇപ്പോൾ ശരി പറയല്ലേ, വർക്ക് ഈസ് വർഷിപ്പ്, അത് കളയാ. അധ്വാനമാണ് ആരാധന. അധ്വാനത്തിന് ആരാധനയെ അധ്വാനം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതോടുകൂടി ആ വ്യക്തിയുടെ തീരുമാനം, ആ വ്യക്തിയെക്കുറിച്ച് തീരുമാനമായി. ഇതൊരു കളയാണ്. ചില പറയല്ലേ, ഫസ്റ്റ് ഡ്യൂട്ടി ദെൻ ചാരിറ്റി. ആദ്യം നിങ്ങൾ കടമ ചെയ്യുക, പിന്നീട് നിങ്ങൾ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്താൽ മതി. അതും കളയാണ്. ഡ്യൂട്ടീസ് അവർ ചാരിറ്റീസ് അവർ ഡ്യൂട്ടി. ദൈവരാജ്യത്തെ സംബന്ധിക്കുമ്പോൾ ഈ മൂല്യം അങ്ങ് നേരെ മറിയും. ദൈവരാജ്യത്തിൻ്റെ മൂല്യം എന്താണ്? ഡ്യൂട്ടി, അവർ ചാരിറ്റി ഈസ് അവർ ഡ്യൂട്ടി. ചാരിറ്റി ആകുമ്പോൾ നമുക്ക് നഷ്ടമാണ് വരുന്നത് അല്ലേ? ചാരിറ്റി മീൻസ് എന്താണ്? ഉപവി, അതായത് ദാനം. ദാനത്തിൽ നമുക്ക് എന്താ സംഭവിക്കണത്? നമുക്കെന്താ വരണത്? നഷ്ടമാണ് വരണത്. ഇപ്പം ചാരിറ്റി ചെയ്യുന്ന ആൾക്കാർക്ക് വല്ല സങ്കടമുണ്ടോ? ഇല്ല, സങ്കടമില്ല. ദൈവരാജ്യ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ചില കാര്യങ്ങൾ നീ ചാരിറ്റി ആയിട്ട് എടുക്കണം. ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ എന്നോടൊരു മോള് പറഞ്ഞ്, അച്ഛാ എല്ലാം പൊറുക്കാം, പക്ഷേ എൻ്റെ അമ്മയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കണമെന്ന് പറഞ്ഞ്. എന്താണ്? ഒരു മകളാ. അപ്പോൾ അവളുടെ കല്യാണം കഴിച്ച് അവളുടെ വീട്ടിലാണ് ഭർത്താവും ഭാര്യയും കൂടി താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ രീതി അതാ. അങ്ങനെയാണ്. അതുകൊണ്ടല്ല, അത് വേറെ കുഴപ്പമൊന്നുമായിട്ടല്ല, അവിടുത്തെ രീതി അതാ. പക്ഷേ അമ്മയൊരു പ്രശ്നമുണ്ട്. എന്താ കാര്യം? ഇവളുടെ അമ്മയാണ്, പക്ഷേ ഇവളുടെ അമ്മയാണെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് ഒരിക്കലും ഇവർക്ക് മനസ്സിലായിട്ടില്ല. സ്വന്തം അമ്മായിയമ്മയല്ലേ സ്വന്തം അമ്മ, അമ്മായിയമ്മയല്ല സ്വന്തം അമ്മ. അവർ ഒരു കാര്യത്തിനും അമ്പിനും വില്ലിനും അടുക്കുകയില്ല. എപ്പോഴും പ്രോബ്ലമാണ്. ഇനി നാട്ടുകാരുടെ കഴുത്തിലും കയറും. അവർക്കെതിരെ കേസും കൊടുക്കും. അപ്പോൾ ഈ കേസെല്ലാം നാട്ടുകാരുടെ കഴുത്തിൽ ഈ ചേട്ടത്തിയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് പട്ടി വന്നാലും പൂച്ച വന്നാലും കോഴി വന്നാലും എല്ലാം കേസാണ്, മൊത്തം കേസാണ്. ഇതെല്ലാം താങ്കളുടെ തരം നാട്ടുകാർ ഇവരെ തോന്നിയ വശം പറയും. നിങ്ങളുടെ അമ്മ നിങ്ങളെയാണ് പിടിച്ച് തല്ലേണ്ടത് ഇവർ കാരണം. ഇവരെ അമ്മയെന്നും പറഞ്ഞ് നമുക്കൊരു സമാധാനം ഇല്ല. അമ്മയാണെന്നതിൻ്റെ പേരിൽ നമുക്കൊരു സമാധാനമോ സന്ധിപ്പോ ഇല്ല. എന്ത് ചെയ്യും അച്ഛാന്ന് പറഞ്ഞു. ഇത് ചാരിറ്റിയാണ്. ഇവരുടെ സ്വഭാവം മെൻ്റലി അല്പം ഡിസോർഡറാണ്. സംഭവം മെൻ്റലി ഡിസോർഡറായിട്ടുള്ള ആൾ, ഇപ്പം നമ്മളവർക്ക് എല്ലാവരും പ്രാന്തിന് ചികിത്സിക്കണോ നിർബന്ധമൊന്നുമില്ല. ഒരു 50-70% ആൾക്കാർ മെൻ്റലി ഡിസോർഡറാണ്. 70%. അതായത് ഇപ്പോൾ ഇൻക്ലൂഡിങ് മൈസെൽഫ്, നമ്മൾ ഓരോരുത്തരും ഓരോ സമയത്ത് എങ്ങനെ പെരുമാറുമെന്ന് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പാടാണ്. അത് അപ്പോഴത്തെ ഇമോഷണൽ ഐക്യു അനുസരിച്ചുകൊണ്ട് ചില ആൾക്കാർ ഭയങ്കര നെഗറ്റീവായിട്ടൊക്കെ റെസ്പോണ്ട് ചെയ്യണ കാണാം. ചിലപ്പോൾ ഒരു റീസണും ഉണ്ടാകത്തില്ല. അപ്പോഴാണ് നമുക്ക് ഈ സഹനം വരുന്നത്. ഈ സഹനം ചിലപ്പോൾ ഭർത്താവിൽ നിന്ന് വരും, ചിലപ്പോൾ ഭാര്യയിൽ നിന്ന് വരും, ചിലപ്പോൾ സ്വന്തം അമ്മയിൽ നിന്ന് വരും. ഇപ്പോഴും കർത്താവ് എന്താ പറയണത്? നീ ദൈവരാജ്യ പൈതലെന്ന രീതിയിൽ അത് ചാരിറ്റി ആയിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ വരും. എന്താണത്? അത് ഉപവി. അവരോടുള്ള ക്ഷമയെന്ന് പറയണത് നിൻ്റെ ദാനം. അവർക്ക് ലഭിക്കുന്ന സഹനമെന്ന് പറയണത് നിൻ്റെ ദാനം. ആരുടെ പേരിലാണ്? ഈശോൻ്റെ പേരില്ലേ? പിടിയില്ലേ? ഈശോൻ്റെ പേര്. അതായത് നിങ്ങളുടെ വീട്ടിൽ തന്നെ വരുമാന മാർഗമുണ്ട്. നമ്മുടെ വീട്ടിലെ വരുമാന മാർഗം ബിസിനസ് നമ്മൾ കണ്ടെത്തണം. ദൈവത്തിൻ്റെ കൃപയെ ആർജിക്കാനോ ആത്മീയ ബലം പ്രാപിക്കാനോ ഉള്ള ഭൗതിക സാഹചര്യം ദൈവം നിൻ്റെ കുടുംബത്തിൽ തന്നിട്ടുണ്ട്. അത് നീ കണ്ടെത്തിയിട്ട് സുവിശേഷ വിഹിതമായി അത് വരുമാന മാർഗമായിട്ട് പുനഃക്രമീകരിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന 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 ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതായത് ജീവിക്കുന്ന ഇപ്പം ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? നമ്മൾ അമ്മ മാതാവ് ജീവനോടെ താമസിക്കുന്ന ഒരു വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു മോള് പറഞ്ഞില്ലേ, അച്ഛനെ കാണണമേ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ച് വരികയാണ്. അത് അവരുടെ ഒരു സങ്കടത്തിൻ്റെ ആ സാഹചര്യത്തിൽ അങ്ങനെ തോന്നിയാണ് അവർക്ക്. പക്ഷേ മാതാവ് അവരെ വിളിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ, അല്ലേ? അച്ഛനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, എന്താ നിൻ്റെ പ്രശ്നം? എനിക്ക് ജോലി വേണം. ഓക്കെ, അമ്മയുടെ ചെന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അത് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പ്രേരണയാണ്. അത്രയും സ്പീഡാണ് കാര്യങ്ങൾ, അത്രയും സ്പീഡാണ്. ഇത് അമ്മ മാതാവ് ഇവിടെ ഇപ്പം തന്നെ വേറെ ഒരു സഹോദരി പറഞ്ഞു, ചില്ലേ വന്ന് ഞാൻ കിടന്നെന്ന്, അല്ലേ? തിരുവനന്തപുരത്തെ മോളുടെ സാക്ഷ്യമില്ല, അത് ഭയങ്കര കാര്യം. അത് നിങ്ങളാരും വന്ന് ചില്ലേ വന്ന് കിടന്ന് പൊട്ടിച്ചുകൾ എടുത്ത് കേട്ട കാര്യം. ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഇങ്ങനൊരു സംഭവം നടക്കുന്നുകൊണ്ടാണ് കാര്യം. അതായത് പല ആൾക്കാർക്കും പക്ഷെ അത് ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം അപകടം ഓർത്തിട്ടാണ് പ്രൊമോട്ട് ചെയ്യാത്തത്. തന്നെയല്ല, അമിതമായ വേറെ ഒരു തരം ആരാധനയിലേക്ക് അത് പോകും. അത് ബൈബിൾ പ്രൊമോട്ട് ചെയ്യണില്ല. ഒരു പ്രത്യേക വിഷയത്തിൽ ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി, അവൾ അങ്ങനെ ചെയ്തു. അത് മറ്റുള്ളവരത് ശീലമാക്കണമെന്നില്ല, മനസ്സിലായ? ബൈബിൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നില്ല, നമുക്കത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തുമില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, നീ ചില്ലേ വന്ന് വീണാലും, നീ നിത്യാരാധന മുമ്പിൽ നിന്നാലും നിൻ്റെ ഉള്ളിൽ വല്ലാത്ത സ്നേഹം ഉണ്ടാകണം ദൈവത്തോട്. അതാണ് വിഷയം, മെയിൻ സംഭവം. ഈ കാലവിളംബം എന്ന് പറയണില്ലേ, കാലവിളംബം നമ്മളായിട്ട് വരുത്തരുത്. ദൈവം വരുത്തത്തില്ല, പക്ഷെ ഇവിടെ വരുന്ന കാലവിളംബങ്ങൾ നമ്മളായിട്ട് വരുത്തണതാ. അത് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്നിതെന്താ, ഇപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. അത് ഭയങ്കര വാക്കാണത്, നിസ്സാരമല്ലത്. നിങ്ങളെന്നെ സ്നേഹത്തിൽ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നാത്തൂരും തമ്മിൽ ചില സമയത്ത് ഒരാഴ്ച വലിയ കുഴപ്പമൊന്നുമില്ല പോകും, അല്ലേ? രണ്ടാമത്തെ ആഴ്ച വരുമ്പോൾ പിന്നെ അങ്ങോട്ട് മിണ്ടത്തില്ല. എന്താ കാര്യം? കൃപാസനത്തിൽ രണ്ടുപേരും കൂടി വന്നതാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ തിരക്ക് പിടിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന കാരണം വണ്ടി വിട്ടുപോയി, പിന്നെ രണ്ടും കൂടി മിണ്ടത്തില്ല. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ അടുപ്പ് പോയി. നിസ്സാര കാര്യങ്ങൾ അപ്പം തന്നെ ആൾക്കാർ ഉടക്കിയിട്ട് സാധാരണ ഈ മനുഷ്യരെക്കാൾ സബ്സ്റ്റാൻഡേർഡായിട്ട് പെരുമാറും. അപ്പോൾ വ്യക്തിപരമായിട്ട് പോലും സ്നേഹത്തിൽ നിലനിൽക്കണില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അപകട സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുടെയൊക്കെ സ്വഭാവത്തിൽ ഈ സാധനം വരാൻ സാധ്യതയുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ വിട്ടുവിട്ട് പിടിക്കുന്ന ആൾക്കാരാണ്. ഇടയ്ക്ക് കറണ്ട് വരും, പിന്നെ കറണ്ട് പോകും, പിന്നെ പവർ കട്ടാവും. അങ്ങനെ ഈശോ പറഞ്ഞ് പവർ കട്ട് പ്രൊമോട്ട് ചെയ്യണില്ലെന്ന് പറഞ്ഞു. ഞാൻ പവർ കട്ട് പ്രൊമോട്ട് ചെയ്യണില്ല, ലോഡ് ഷെഡിങ് ഒന്നും പ്രൊമോട്ട് ചെയ്യണില്ല. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണം. അതാ 15:9 യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 9-ാം വാക്യം. ഒന്ന് പറഞ്ഞ, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഒന്നിന് പറഞ്ഞേ, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. അതെന്ത് സംഭവം എന്നറിയാമോ? അങ്ങനെ പറയാൻ കാരണം കാലവിളംബം വരുത്താതിരിക്കാനാണ്. കാലവിളംബം വരുത്താതിരിക്കാനാണ് അങ്ങനെ പറയണത്. എന്താ കാര്യം? ആ 15:7 വചനമുണ്ട്, എൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. അതാണ് വിഷയം. എൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കുകയും അതുവഴി ഞാൻ നിങ്ങൾ വസിക്കുകയും അതുവഴി നിങ്ങൾ എന്നിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. അവിടെ കാലവിളംബമില്ല. എന്തുകൊണ്ടാണ് കാലവിളംബമില്ലാത്തത്? സ്നേഹത്തിൽ
വസിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈശോ 15:9 പറഞ്ഞത്. എന്നാ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്നേറ്റ് പറഞ്ഞേ, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വെറുതെ അങ്ങ് സ്നേഹത്തിൽ കയറി നിലനിൽക്കാനൊന്നും പറ്റത്തില്ല. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അതാണ് പ്രശ്നം. 13:35 യോഹന്നാൻ 13:35. എങ്ങനെയാണ് ഈ സ്നേഹത്തിൽ നിലനിൽക്കണത്? അതാ എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൽപ്പനകൾ പാലിച്ച് മാത്രമേ, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മാത്രമേ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? എന്നാ കേട്ടത്? ഞങ്ങൾ എല്ലാവരോടും ക്ഷമിച്ചു. അമ്മച്ചിയുടെ സാക്ഷ്യം, MCH എഴുതിയ മകൻ്റെ അമ്മയുടെ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ? ആ സാക്ഷ്യത്തിൽ എന്താ പറയണത്? ആ മകൻ MCH മെഡിക്കൽ ടെസ്റ്റാണത്, റയറാണ്, MD കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ ആ ടെസ്റ്റിന് വളരെ 21 സീറ്റേ ഉള്ളു ഇന്ത്യയിൽ മുഴുവനും. അതിൽ ഒരെണ്ണം ഫ്ലോപ്പായി കഴിഞ്ഞാൽ പിന്നെ ഒരു സീറ്റേ ഉള്ളു. ആ ഒരു സീറ്റ് തന്നെ ഇവന് കിട്ടണം. അതിനെന്താ ചെയ്തിരിക്കണത്? അതിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കി. ആ അമ്മയ്ക്ക് ആത്മീയ ജ്ഞാനമുള്ള സഹോദരിയാണ്, ആത്മീയ ജ്ഞാനമുള്ള വർത്തമാനമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിനെന്തെങ്കിലും ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നതിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞങ്ങൾ ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അവരോടെല്ലാം ഏകപക്ഷികമായി ക്ഷമിച്ചു. അതാണ് സംഭവം. എന്താ? കർത്താവിന് നാഷണൽ ഹൈവേ ഒരുക്കുകയാണ്, അല്ല പഞ്ചായത്ത് റോഡും സ്റ്റേറ്റ് ഹൈവേയും അല്ല. അത് ദേശീയപാതയാണ്, സ്വർഗത്തിലേക്കുള്ള ദേശീയപാതയാണ്. എന്താ ചെയ്യണത്? ആരോടെങ്കിലും കർത്താവിന് കടന്നു വരാൻ ദേശീയപാത ഒരുക്കുകയാണ്, സ്വർഗീയ പാത. എന്താണ്? ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് മൊത്തം വിട്ടുകൊടുത്ത് ഇനി ഞങ്ങൾക്ക് ശത്രുക്കളെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തും. ഞങ്ങൾക്ക് ആരോടും ക്ഷമിക്കാൻ ഇനി ഇല്ല എന്ന് ഉറപ്പ് വരുത്തും. ഞങ്ങൾക്ക് സ്നേഹിതർ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പ് വരുത്തും. ഇനി അഥവാ എന്തെങ്കിലും തിന്മ ഞങ്ങൾക്കെതിരെ ഉണ്ടെങ്കിൽ നിരുപാധികം ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതായിട്ട് ഉറപ്പ് വരുത്തിയിട്ട് അപ്പോഴെന്താ സംഭവിക്കണത്? സ്നേഹത്തിൽ വസിക്കുകയാണ്, സ്നേഹത്തിൽ നിലനിൽക്കുക. നിങ്ങൾ കൃപാസനത്തിൽ പോകുമ്പോൾ ഈ വചനമെല്ലാം കേൾക്കുമ്പോൾ എന്താ സംഭവമാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കും. യോഹന്നാൻ 15:3. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കും. അപ്പോൾ വചനം പറയണത് എന്തിനാ? വിശുദ്ധി ഉണ്ടാകാൻ. ഓരോ വചനം കേൾക്കുമ്പോഴും നിങ്ങൾ അശുദ്ധരായിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ കർത്താവ് പറയും നിങ്ങൾ വചനം കേട്ടിട്ടില്ല എന്ന് പറയും. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, വചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധി പ്രാപിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവായ ദൈവമേ, വചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധി പ്രാപിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ കൈയടിച്ചോണ്ട് പാവനാത്മാവേ പറന്നിറങ്ങേണമേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ നിറയ്ക്കും. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ നിറയ്ക്കും. ഓ സ്വർഗശക്തിയെ, ശക്തി എന്നിലകളെ, ഓ സ്വർഗശക്തിയെ, ദൈവസ്തുതി പാടിടാൻ ദൈവസ്നേഹം നൽകണേ. ദൈവസ്തുതി പാടിടാൻ ദൈവസ്നേഹം നൽകണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ.
വിശുദ്ധി എൻ്റെ ഹൃത്തിൽ എന്തോ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ എന്തോ നിറയ്ക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതേ വചനം തന്നെ വീണ്ടും വായിച്ചിട്ട് ബാക്കിയുള്ളതോട് വായിക്കാം. ഏറ്റു പറഞ്ഞ കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നത് താമസം വരുത്തുന്നില്ല. അടുത്ത വചനമാണ് പ്രധാനപ്പെട്ടത്. എന്താണ്? ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നവൻ. അപ്പൊ എന്തെങ്കിലും കാലവിളംബം വരുത്തുന്നുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നിത്യമായി നശിച്ചു പോകാതെ ഇരിക്കാനുള്ള മാർഗം എന്താ? അനുതാപത്തിലേക്ക് വരികയാണ്. ആരും നശിച്ചു പോകാതെ, അതാണ് 2 പത്രോസ് 3:10. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നത് നീയുള്ളൂ. അപ്പോൾ ദൈവം ഉദ്ദേശിക്കണത് എന്താ? ഭൗതികമായ ആനുകൂല്യങ്ങൾ നമുക്ക് തരുമ്പോഴും ആ ആനുകൂല്യത്തിന് തരണനുള്ളിൽ നമ്മളെന്ത് ചെയ്യണം? കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കണം. പറഞ്ഞാൽ മനസ്സിലായാ? ഉടമ്പടി ആർക്കെങ്കിലും ഉടമ്പടി ഇപ്പോൾ റൈപ്പായെന്ന് തോന്നണം. കാര്യം ഞാനിത് പ്രതീക്ഷിച്ചില്ല. സത്യം, അമ്മ എന്നോട് ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളെന്നാണ് പറഞ്ഞത്. 2 കാര്യങ്ങൾ ആദ്യഘട്ടങ്ങൾ നടക്കുമെന്നാണ് പറഞ്ഞത്. പിന്നീട് ഒരു കൊല്ലത്തിനുള്ളിൽ ബാക്കിയുള്ള ആ 4 കാര്യങ്ങൾ നടന്നാൽ മതി. അതിന് നടന്നില്ലെങ്കിൽ മാത്രമാണ് ദൈവം ഏതാണ് സമയം കൽപ്പിക്കുന്നത്, എന്തുകൊണ്ടാണെന്നുള്ളത് അച്ഛനെ കണ്ട് കൗൺസിലിംഗ് ചെയ്യേണ്ട ആവശ്യമുള്ളത്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചുള്ള ചില സാക്ഷ്യം പറയണത് 5 കാര്യങ്ങൾ 6 കാര്യങ്ങൾ എന്നൊക്കെ പറയണവർ, അതും വെറും 2 ആഴ്ച കൊണ്ട് 1 മാസം കൊണ്ടോ ഒക്കെയാണ് പറഞ്ഞു പോണത്. അത് വരുമ്പോഴുള്ള ഒരു കുഴപ്പം എന്താണെന്നറിയാമോ? കുഴപ്പമുണ്ട്. കാര്യം ദൈവം ഒരു ഇൻ്റർവ്യൂ പീരീഡ് തന്നിട്ടുണ്ട്. ഒരു വിഷയം സാച്ചുറേറ്റ് ചെയ്ത് അത് ആ ഭൗതിക അനുഗ്രഹം പ്രാപിക്കുന്നതിനുള്ളിലുള്ള ഒരു സമയം എന്തിനുള്ളതാണ്? കർത്താവിൻ്റെ ദീർഘക്ഷമയുടെ സമയമാണത്. അതാണ് 2 പത്രോസിൻ്റെ 3:10 എന്താ പറഞ്ഞിരിക്കണമെന്ന് നോക്കിയേ. അതായത് കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനം പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. പക്ഷേ ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ എന്തെങ്കിലും കാലവിളംബം വരുത്തണമെങ്കിൽ അത് നമ്മൾ അനുതാപത്തിൻ്റെ ഒരു സമയമാണ്. നമ്മളത് എത്രയും വേഗം എമർജൻസി ആയിട്ട് ആത്മശോധന ചെയ്യണം. ഏത് മേഖലയിലാണ് അനുതാപം വരേണ്ടത്? പക്ഷേ എപ്പോഴും അനുതാപം എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? അനുതാപം ദൈവസ്നേഹവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. യോഹന്നാൻ നമ്മൾ അനുതാപം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ വെള്ളമടി നിർത്തിയെന്ന് പറയണം. ഇപ്പോൾ ഉടമ്പടിയുടെ ഒരു രീതി അറിയാമോ? ഇപ്പം നോക്കിയാൽ പത്രം നോക്കി അറിയാൻ പറ്റും. 30 കൊല്ലമായിട്ട് മദ്യപിക്കാത്തൊരു മദ്യപാനം നിർത്തിയിരിക്കുന്നു. 45 കൊല്ലം മുറുക്കുന്നവരെ നിർത്തിയിരിക്കുന്നു. 25 കൊല്ലത്തെ ദുശ്ശീലങ്ങൾ അവസാനിപ്പിച്ചു. ഇങ്ങനെ കൊല്ലങ്ങളായിട്ടുള്ള തഴക്കദോഷങ്ങളാണ് ഒറ്റ സുപ്രഭാതത്തിൽ അവസാനിച്ച് പോണത്. അത് ഉടമ്പടി ഭാഗമാണ്. പക്ഷേ അങ്ങനെ അവസാനിപ്പിക്കുമ്പോഴും എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാവണം, മദ്യപാനം ഒരു തിന്മയായത് കൊണ്ടും ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടും ഞാൻ ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ കൽപ്പനയോടുള്ള ബഹുമാനവും ദൈവസ്നേഹവും ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ മക്കളോടുള്ള സ്നേഹം കൂടി കൊണ്ടാണ്. കാര്യം എന്താ? നിങ്ങളിങ്ങനെ വെള്ളം അടിച്ച് കുത്താടി നടന്നു കഴിഞ്ഞ് നിങ്ങളുടെ കരള കിഡ്നിയൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഹോസ്പിറ്റൽ സീൻ കണ്ട്, ഒരുത്തന്നെ വണ്ടി ഇടിച്ചു, ആശുപത്രിയിലായി. കല്യാണം കഴിച്ചിട്ട് ഒരു 4 മാസമേ ആയുള്ളൂ. അപ്പോൾ കല്യാണം കഴിച്ചിട്ട് 4 മാസമേ ആയുള്ളൂ.
ഇപ്പോൾ ഭർത്താവാണ് വണ്ടി ഇടിച്ചിരിക്കുന്നത്, അയാൾ പറ വെള്ളമാണ്. അപ്പോൾ അയാളുടെ ആശുപത്രിയിലാക്കി ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇവർ രണ്ടും കൂടി വന്ന് അമ്മയും മകളും കൂടി വന്ന് ലിഫ്റ്റിൽ കയറുകയാണ്. അപ്പോൾ 4 മാസമായി കല്യാണം കഴിച്ചിട്ടുള്ള ഈ സ്ത്രീ അവളുടെ അമ്മയെടുത്ത് തട്ടിക്കയറുകയാണ്. എന്താ കാര്യം? നിങ്ങൾ ഒരുത്തിയാണ് എന്നെ കൊണ്ടുപോയി ചതിച്ചതെന്ന്. ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് കാച്ചുകയാണ്. 10-12 പേരുണ്ടകത്ത്. ഇവർ കാറിക്കൂവി അവർ അമ്മയാണെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ വിജയകുമാർ സാർ ഉണ്ടായിരുന്നു. സാർ പറഞ്ഞില്ല അത് ഞാൻ അമ്മായി അമ്മയാണെന്നാണ് വിചാരിച്ചത്. സാറ് പറഞ്ഞത് അമ്മയാണെന്ന് തോന്നണമെന്ന് പറഞ്ഞു. എന്തു ആയിക്കോട്ടെ, ആ ഒരു വിഷയം അവരുടെ ജീവിതത്തിൽ ആ പെണ്ണിൻ്റെ പൊന്ന് മുഴുവൻ പോയി. ആ ഒറ്റ അപകടത്തിൽ അവിടെ സ്വർണ്ണ ഊരി കൊടുത്തിട്ട് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ നമ്മൾ വെള്ളവടിയോ വല്ലതൊക്കെ നിർത്തുമ്പോൾ നമ്മുടെ മക്കൾ അതായത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളോട് മഴ കൊള്ളരുതെന്ന് പറയണില്ലേ, പനി പിടിക്കുമെന്ന് പറയണില്ലേ, അതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളോട് മാത്രമുള്ള സ്നേഹം തന്നെയല്ല, പനി പിടിച്ചാൽ നമ്മളതിനെ തൂങ്ങണം ഇല്ലേ? അതുപോലെ അതായത് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളത് തിരിച്ചറിയണം. അതിന് ദൈവത്തോടുള്ള സ്നേഹമുണ്ട്, അതിൽ മക്കളോടുള്ള സ്നേഹമുണ്ട്, കൂടപ്പിറപ്പുമാരുടെ സ്നേഹമുണ്ട്. ഈ കാര്യം ദൈവം ആ സ്നേഹമേ എടുക്കത്തുള്ളൂ. അതാണ് എപ്പോഴും പ്രശ്നം. നിങ്ങളിപ്പോൾ വെള്ളവടി നിർത്തിയെന്ന് പറയുന്നു, അല്ലെ പുകവലി നിർത്തിയെന്ന് പറയുന്നു. ആ പുകവലി നിർത്തിയതും അതെങ്ങനെ പുണ്യമായി മാറണത്? അത് പുണ്യമായി മാറുന്നത് അതിൽ ദൈവത്തിന് അബ്സോർബ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാകണം. അത് മക്കളോടുള്ള സ്നേഹമാണെങ്കിൽ ദൈവം ആ സ്നേഹം ടേക്കപ്പ് ചെയ്യും. അത് ദൈവത്തോടുള്ള സ്നേഹമാണെങ്കിൽ ദൈവം ആ സ്നേഹം ടേക്കപ്പ് ചെയ്യും. അപ്പോൾ ഏകപക്ഷീയമായി കുടി നടത്തിയപ്പോൾ കാശ് ലാഭമായി ആരോഗ്യം വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. എന്തിനു വേണ്ടി കർത്താവ് ചോദിച്ചാൽ പറയും, കർത്താവ് നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ മക്കളുടെ സ്നേഹം, ദാറ്റ്സ് ഓക്കെ. അപ്പോൾ കുറേ കർത്താവ് ആ സ്നേഹമാണ് എടുക്കുന്നത് അതിൻ്റെ അകത്തുനിന്ന്. ഈ അങ്ങനെ എടുക്കുന്ന ആ സ്നേഹം അബ്സോർബ് ചെയ്യുമ്പോൾ അതിന് അനുതാപവും തന്നെയാണ് ഇഫക്റ്റിൽ വരണത്. ഇപ്പം ഗോതമ്പ് എന്ന് പറയുന്നത് എന്താ? അവർ പറയും ഫലത്തിൽ അത് ആ ധാന്യം ചൂടാ. അനുതാപം എന്ന് പറയുമ്പോൾ ഫലത്തിൽ എന്താണത്? അത് സ്നേഹം തന്നെയാണ്. അനുതാപത്തൊരു വ്യക്തി വളർന്നു എന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായിട്ട് അവൻ നല്ല നടപ്പ് നടത്തിയെന്നല്ല എൻ്റെ അർത്ഥം. അനുതാപത്തൊരു വ്യക്തി വളർന്നു എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തോട് സ്നേഹത്തിലായി, അവൻ മനുഷ്യനോട് സ്നേഹത്തിലായി, ദൈവത്തിൻ്റെ കൃപയിലായി എന്ന് പറയുമ്പോൾ അതിൽ പുണ്യമായി രൂപപ്പെട്ടു. പരിശുദ്ധാത്മാവിനെ പ്രിയ വധുവായിരിക്കണ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ ദൈവ സ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ. സ്നേഹമെന്താ? പുണ്യമാണ്. അത് പുണ്യമായ മാത്രമേ ദൈവത്തിന് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് പ്രയോജനമുള്ളത് ഉണ്ടാകണം അതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് അനുതാപപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത. ആർക്കും അനുതാപപ്പെടാം, ഏത് ജാതിയും ഏത് മതക്കാർക്കും അനുതാപപ്പെടാം. പക്ഷെ ക്രിസ്ത്യാനി അനുതാപപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ അനുതാപപ്പെടുമ്പോൾ ക്രിസ്തുവിന് അതിൽ എടുക്കാനുള്ള റോൾ എന്താണെന്ന് പറയണം. എന്താണത്? അത് കർത്താവ് നമ്മളോട് കാണിച്ച സ്നേഹത്തിന് പ്രതിസ്നേഹമാണ്. കൈ അടിച്ച് കർത്താവ് കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥികർത്താവായ ദൈവമേ, ഞങ്ങളുടെ അനുതാപത്തിന്റെ അകക്കാമ്പ് സ്നേഹമായിരിക്കുവാനും അനുതാപത്തിലൂടെ സ്നേഹത്തിന്റെ ഫലങ്ങള് പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവ പൈതലായി ആത്മകരുത്ത് പ്രാപിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ.
യേശുവേ 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 ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളായ വിശ്വാസത്താൽ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളായ പ്രത്യാശയാൽ ദൈവ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, അങ്ങേ സ്നേഹിച്ച് ആത്മകരുത്ത് പ്രാപിക്കുവാൻ, പ്രത്യാശ ജീവിക്കുവാൻ, വിശ്വാസത്തിന്റെ സാക്ഷികളാകാൻ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജന്മം, പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ. സ്വരത്തിൽ എല്ലാവരും പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തി ഉണരാ കൃപതി ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഒരുമിച്ച് എല്ലാവരും പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഭാഷാപരത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നീ പരിശുദ്ധനാകുന്നേ, ബലവാനേ, പരിശുദ്ധ കവിയണമേ, മരണമില്ലാത്തവനെ, പരിശുദ്ധനാകുന്നേ, കരുണ തോന്നണമേ, ക്രൂശിക്കപ്പെട്ടവനെ കരുണ തോന്നണമേ, കർത്താവേ കരുണ തോന്നണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ. കർത്താവേ കരുണ തോന്നണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ, നീ വിശുദ്ധ മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ,
അനുഗ്രഹിക്കപ്പെട്ടവനെ പരിശുദ്ധനാകുന്നു ദൈവമേ പരിശുദ്ധനാകുന്നു കർത്താവേ കണ്ണ തോന്നണമേ കർത്താവേ കണ്ണ തോന്നണമേ മാരകരോഗങ്ങള് സ്പർശിക്കണമേ തീരാരോഗങ്ങള് സ്പർശിക്കണമേ രക്തമഴ പെയ്യട്ടെ രക്തമഴ പെയ്യട്ടെ കർത്താവിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ രക്തമഴ പെയ്യട്ടെ കർത്താവേ രക്തമഴ പെയ്യട്ടെ കർത്താവേ രക്തമഴ പെയ്യട്ടെ കർത്താവേ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ രക്തമഴ പെയ്യട്ടെ വിശുദ്ധ രക്തത്തിൻ്റെ രക്തമഴ പെയ്യട്ടെ ഈശോ ദൈവമേ 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 പരിശുദ്ധരാകുന്നു മരണമില്ലാത്തവനെ അസ്ഥികളെ സ്പർശിക്കണമേ ക്യാൻസറിനെ സ്പർശിക്കണമേ കരളിനെ സ്പർശിക്കണമേ ഹൃദയത്തെ സ്പർശിക്കണമേ കിഡ്നിയെ സ്പർശിക്കണമേ യേശുവിന്റെ നാമത്തില് മാറിയ രോഗങ്ങള് മാറി പോകട്ടെ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ അസ്ഥികളെ സ്പർശിക്കണമേ കർത്താവേ കർത്താവെ എപ്പിലെപ്സി രോഗികളെ സ്പർശിക്കണമേ കർത്താവേ കർത്താവെ അവസ്മാര രോഗികളെ സ്പർശിക്കണമേ കർത്താവേ കർത്താവെ മാനസിക രോഗികളെ സ്പർശിക്കണമേ കർത്താവേ ഈശോ ഈശോ ശിഷ്ടമുള്ളവരെ ശരീരത്തിൽ മുഴുവുള്ളവരെ ശരീരത്തിൽ ശിഷ്ടമുള്ളവരെ അസ്ഥി രോഗികളെ രണ്ട് വേലക്കാര് ഇവിടെ ട്രബിളുള്ളവരെ ഈശോയുടെ നാമത്തില് ഗർഭാശയ രോഗികള് പുത്രാശയ രോഗികള് യേശു നാമത്തില് മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ. ഒരുമിച്ച് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തിയിൽ ഉണരാൻ കൃപ നീ ചൊരിയണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ കവിഞ്ഞൊഴുകണമേ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ ജോലിയില്ലാത്തവരെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ പരിശ്രമിച്ച് പരാജയപ്പെട്ടു പോയവരെ സങ്കടത്തോടെ ഹൃദയഭാരത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന കർത്താവേ നിരാലംബരെ കർത്താവേ എല്ലാ നിരാലംബരെയും വരുമാന മാർഗമില്ലാത്തവരെ മാർഗനിർദ്ദേശം തരാൻ
വരാൻ ആളില്ലാത്തവര്, സന്ധിപ്പില്ലാത്തവര്, പിന്തുണയില്ലാത്തവര്, ഒറ്റപ്പെട്ടു പോയവര്, കർത്താവേ കരുണയോടെ അങ്ങയുടെ സാന്നിധ്യത്താൽ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. ഭാഷാപരത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ദൈവമേ, രുചിക്കപ്പെട്ടവരെ, തിരുവിലാവിൽ മുറിവേറ്റവരെ, കർത്താവേ, കർത്താവേ, കരുണ തോന്നണമേ. ദൈവമേ, ക്രൂശിക്കപ്പെട്ടവരെ, തിരുവിലാവിൽ മുറിവേറ്റവരെ, കർത്താവേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ. മാരകരോഗങ്ങള്, അസ്ഥിരോഗങ്ങള്, കലരോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, മസ്തിഷ്ക രോഗങ്ങള്, വാതരോഗങ്ങള്, രക്തരോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറക്കവിയണമേ, കവിഞ്ഞൊഴുകണമേ. എല്ലാവരും പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, പക്ഷാവരത്തോടെ, ആത്മനത്തോടെ, കർത്താവേ കണ്ണ തോന്നണമേ. അങ്ങയുടെ തിരുവിലാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് കർത്താവേ കണ്ണ തോന്നണമേ, കർത്താവേ കണ്ണ തോന്നണമേ. അങ്ങയുടെ തിരുവിലാവിലെ മുറിവിനെ ഓർത്ത് കർത്താവേ കണ്ണ തോന്നണമേ. കുറിക്കപ്പെട്ടവനെ, കർത്താവേ കണ്ണ തോന്നണമേ. അങ്ങയുടെ മുഴുക്കിഴത്തെ ഓർത്തുകൊണ്ട് കർത്താവേ കണ്ണ തോന്നണമേ, കർത്താവേ കണ്ണ തോന്നണമേ. അങ്ങയുടെ തിരുവിലാവിലെ മുഴുവിനെ ഓർത്തുകൊണ്ട് കർത്താവേ കണ്ണ തോന്നണമേ, കർത്താവേ കണ്ണ തോന്നണമേ. അങ്ങയുടെ ആണിപ്പിഴുതാറുന്ന അത്ഭുതകരത്താൽ കണ്ണ തോന്നണമേ, കർത്താവേ കണ്ണ തോന്നണമേ, കർത്താവേ കണ്ണ തോന്നണമേ. കർത്താവേ അങ്ങയുടെ അത്ഭുതകരത്താൽ കണ്ണ തോന്നണമേ. മക്കളില്ലാത്തവർക്ക് ഒരു കുഞ്ഞിനെ കാണുന്നതിന് വേണ്ടി കർത്താവേ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ കർത്താവേ കണ്ണ തോന്നണമേ. കർത്താവേ മക്കളില്ലാത്തവരോട് കർത്താവേ കണ്ണ തോന്നണമേ. കർത്താവേ പഠിക്കുക
കർത്താവേ, പഠനത്തിൽ കർത്താവേ പാളിച്ച വന്നവരോട് കർത്താവേ കരുണ തോന്നണമേ. സാമ്പത്തിക തകർച്ചയാൽ വേദനിക്കുന്നവരോട്, സാമ്പത്തിക തകർച്ചയാൽ വേദനിക്കുന്നവരോട് കർത്താവേ കരുണ തോന്നണമേ. കർത്താവേ കരുണ തോന്നണമേ. തിരുവിലാവിലെ മുഴുവൻ ഓർത്തുകൊണ്ട് കർത്താവേ കരുണ തോന്നണമേ. കർത്താവേ കരുണ തോന്നണമേ. കർത്താവേ വിവാഹം ഒത്തുവരാത്തവരെ, വീടില്ലാത്തവരെ, കർത്താവേ സ്ഥലമില്ലാത്തവരെ, ഈശോ നോക്കാനും തിരക്കാരും പറയാനും ചോദിക്കാനും ആരുമില്ലാത്തവരോട് കർത്താവേ കരുണ തോന്നണമേ. കർത്താവേ കരുണ തോന്നണമേ. തിരുവിലാവിലെ മുറിവിനെ ഓർത്തും കർത്താവേ കരുണ തോന്നണമേ. കർത്താവേ ഒറ്റപ്പെട്ടവര്, മാരക രോഗികള്, കർത്താവേ കേസിലകപ്പെട്ടവര്, കള്ള കേസിലകപ്പെട്ടവര്, കർത്താവേ കരുണ തോന്നണമേ. മക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ, അയൽവാസി ഭിക്ഷപ്പെട്ടു പോയവരെ, മറ്റ് പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവരോട് കർത്താവേ കരുണ തോന്നണമേ. ഈശോ കടം കയറി മുടിഞ്ഞവരെ, സങ്കടക്കാരെ കർത്താവേ കരുണ തോന്നണമേ. മാർഗരോഗികള്, മനോരോഗികള് കർത്താവേ കരുണ തോന്നണമേ. കർത്താവേ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവര്, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, നാട്ടിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, ജോലി കർത്താവ് തൊഴിലുപകരണങ്ങള്, ജീവനോപാധികള്, ജീവിത മാർഗങ്ങൾ അടങ്ങി പോയവരോട് കർത്താവേ കരുണ തോന്നണമേ. മക്കളെ ഓർത്ത് വേവലാതിപ്പെടുന്നവരെ, മക്കൾ കർത്താവേ അങ്ങേക്ക് നിരക്കാത്ത ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരോട് കർത്താവേ കരുണ തോന്നണമേ. കർത്താവേ കരുണ തോന്നണമേ. തിരുവിലാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് കരുണ തോന്നണമേ. ഉൾക്കടത്ത് ഓർത്തുകൊണ്ട് കരുണ തോന്നണമേ. കരചരണങ്ങളിലെ ആണിപ്പഴുത് ഓർത്തുകൊണ്ട് കരുണ തോന്നണമേ. കർത്താവേ 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 കരുണ 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 തോന്നണമേ. കരുണ തോന്നണമേ. കരുണ തോന്നണമേ. കൺപോളയ്ക്ക് പഴുപ്പ്, രണ്ട് കൺപോളയ്ക്കും പഴുപ്പായിട്ട് താഴത്തെ കൺപോള പുറത്തേക്ക് തള്ളി നിന്നിട്ട് കളർ വ്യത്യാസമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിരമായ ഒരു രോഗത്തിന് വെളുത്തുള്ളി പൊളിച്ച് തിന്ന് വെളുത്തുള്ളി ഇപ്പം ഇഫക്റ്റ് ചെയ്യാത്ത രീതിയിലായി. സ്ഥിരമായ ഒരു രോഗത്തിന് ആരോ പറഞ്ഞു കേട്ട് വെളുത്തുള്ളി പൊളിച്ച് തിന്ന് ഇപ്പം ആ രോഗം വെളുത്തുള്ളി ഇഫക്റ്റ് ചെയ്യാത്ത രീതിയിലായി. രോഗം അതുപോലെ നിൽക്കുകയാണ്. ആ രോഗത്തെ ഇപ്പോഴീശ പൂർണ്ണമായി ഏറ്റെടുക്കുന്ന ഹല്ലേലൂയ. വയറ് വല്ലാണ്ട് വീർത്ത് വരും, ചുരക്കാ പോലെ വീർത്ത് വരും. അടിവയറല്ല, നടുവയറല്ല, മേൽവയറല്ല, മേൽവയർ തൊട്ട് അടിവയർ വരെ ഇങ്ങനെ ചുരക്കാ പോലെ ഇങ്ങനെ വീർത്ത് വരും. ആ രോഗത്തെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുന്നു. ഇപ്പോഴ് അതായത് നമ്മുടെ നടുവെല്ലിൻ്റെ വലതുവശത്ത് താഴെ, നടുവെല്ലിൻ്റെ താഴെ വലതുവശത്ത് പണ്ടിങ്ങനെ ഒരു രക്തം പൊടിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ രക്തത്തിന് ഒരു ഓറഞ്ച് കളറാണ്. രക്തത്തിന് നിറമല്ല, ഓറഞ്ച് കളറാണ്. ഒരു സ്വല്പം പശ ചേർന്നിട്ടുള്ള എന്തോ ലിക്വിഡാണ് പുറത്തേക്ക് വരണത്. ആ ചില സമയത്ത് തുറന്നിരിക്കും, അത് പൊറുക്കത്തുമില്ല. ആ മുറിവ്, അതിൻ്റെ ഉൾവശവും എല്ലാം ഈശോ സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടില്ല. വായടക്കാൻ ചില സമയത്ത് ഭയങ്കരമായിട്ട് തുറന്നാൽ അടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവും. പക്ഷേ എന്നാൽ അടക്കാൻ പറ്റും, വലിച്ചൊക്കെ അടക്കേണ്ടി വരും. എന്നിട്ട് പല്ലിൻ്റെ കളറെല്ലാം മാറും. പ്രത്യേകിച്ച് താഴത്തെ ആണയിലുള്ള എല്ലാ കളറും പല്ലിൻ്റെ കളറൊക്കെ മാറും. ഇതാണ് അസുഖം. ചില സമയത്ത് തുറന്നാൽ ആംഗിൾ വെട്ടിയിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ അടിച്ച് നേരെയാക്കി അടപ്പിച്ചെടുക്കണം. എപ്പോഴും അങ്ങനെ ഇല്ല, ആഴ്ച 2 പ്രാവശ്യമോ 1 പ്രാവശ്യമോ ഒക്കെ ഇത് വരും. പക്ഷേ ആ രോഗം വന്നതിന് ശേഷം പല്ലിൻ്റെ കളർ മാറാൻ തുടങ്ങി. ഈ വ്യക്തിയെ ആ രോഗത്തിൽ നിന്ന് കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തിയല്ലോ.
ഇപ്പോൾ കർത്താവ് ഹൃദയമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇവിടെ പതിരെയും കാണിക്കുന്നത്. പതിര് രോഗങ്ങൾ, ഹൃദയ രോഗങ്ങളെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന സുഖപ്പെടുന്ന സമയമാണ്. പുരുഷലിംഗം അതായത് കുടുംബജീവിതത്തിന് കഴിവില്ലാതെ വരുന്നതിൻ്റെ പേരിൽ മാനസികമായിട്ട് ഭാര്യാഭർത്തക്കന്മാർ അകന്നു പോകും. ചിലരങ്ങനെ അകന്നു പോകും. ഇപ്പം അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലായ ഒരു ഭർത്താവാണ്. ആ ഭർത്താവിന് ഇതിനു വേണ്ടി കുറേ മരുന്നുകൾ ചെയ്തു, ഇന്ന് വരെ ശരിയായില്ല. പക്ഷേ ഈ മകൻ സാക്ഷ്യം പറയണം. അവൻ്റെ കുടുംബജീവിതത്തിൻ്റെ ശക്തി അവർ തിരിച്ചു കിട്ടിയിരിക്കണം. ഹല്ലേലൂയ. തൊണ്ട ഉള്ള ഒന്നും കഴിക്കാൻ പാടില്ല. നോൺ വെജ് തൊണ്ടുള്ള ഒന്നും കഴിക്കാൻ പാടില്ല. അതിന് പറ്റിയ ബ്രോങ്കൈറ്റിസ് രോഗങ്ങൾ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ആ വിഷയത്തിൽ കർത്താവിൻ്റെ വലിയ ചൈതന്യം ഇറങ്ങി വെച്ചിട്ട് അവൻ്റെ ശ്വാസകോശങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ട് അവനെ സന്ധിക്കുന്നതാണ് കർത്താവിൻ്റെ അവസാനത്തെ സന്ദേശം. സാമ്പത്തികമായ കടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ജനുവരി 20-ാം തീയതി മുതൽ കർത്താവിൻ്റെ അടയാളങ്ങൾ ലഭിക്കും. ജനുവരി 20, അത് 27 കടന്നു പോകത്തുമില്ല. ഇതൊരു പ്രത്യേക ഡേറ്റാണ്. ഈ ഡേറ്റിന് ചില കാരണങ്ങളുണ്ട്. അത് കഴിയുമ്പോൾ നിങ്ങൾ വന്ന് സാക്ഷ്യം അത് പറയേണ്ടി വരും. ഇപ്പോഴേ കുരുക്കൾ എവിടെയാണെന്ന് കാണിക്കണില്ല. ഒരു വലിയ കുരു ചൊറിച്ചിലുള്ള അതായത് നമ്മുടെ മുന്തിരിങ്ങയുള്ള ഒരു ചുവന്ന കുരു, പിന്നെ അതിൻ്റെ പുറത്ത് തന്നെ കുഞ്ഞു കുരുക്കൾ, ഒരു വലിയ കുരു, പൊട്ടൊന്നും ഇല്ലാത്ത കുരു, അതിൻ്റെ പുറത്ത് പിന്നെ കടുക് പോലത്തെ കുഞ്ഞു കുരുക്കൾ. ആ രോഗത്തെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദത്തിൻ്റെ സമയമായി വരുന്നു. നിറച്ച വസ്തുക്കളെല്ലാം കയ്യിലെടുക്കുക. പതുക്കെ ഓരോരുത്തരും എഴുന്നേൽക്കുക. നിറച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. നിറച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക മക്കളെ. വിശ്വാസ പ്രമാണം ചെല്ലട്ടെ. Lord Jesus Christ, pour out His Spirit. That your fair fingers walk with the precious blood. And that the Catholic Church with the power of Jesus Christ. With the meritorious of the Holy Priesthood, I bless her. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്തുവിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാണ് നേർച്ച വസ്തുക്കളെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കളെ കുറിച്ച് അച്ഛൻ പറയേണ്ട കാര്യമില്ല. പുസ്തകത്തിൽ അതെല്ലാം ഉണ്ട്, കൗൺസിലിംഗ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി ചെയ്യാത്ത മക്കൾ പ്രാർത്ഥന കൂടുന്നുണ്ട്. അവർ കൃപാസനത്തിൽ നിന്ന് അച്ഛന് വ്യഞ്ചരിച്ച് വെച്ചിരിക്കുന്ന നേർച്ച വസ്തുക്കളാണ് വാങ്ങിക്കേണ്ടത്. കൃപാസനത്തിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് കുറേ കച്ചവടക്കാരുണ്ട്. അതൊന്നും കൃപാസനമായിട്ട് ഒരു ബന്ധവുമില്ല. അതൊന്നും വ്യഞ്ചരിച്ചതല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം. കാര്യം ഇത് കുർബാന ചൊല്ലി വ്യഞ്ചരിക്കുന്ന വസ്തുക്കളാണ് കൃപാസനത്തിൽ ഇരിക്കുന്നത്. ഇപ്പം നിങ്ങൾ സ്കാൻ ചെയ്യണത് കണ്ടില്ലേ? സ്കാൻ ചെയ്യുമ്പോൾ എന്താണ് കിഡ്നി തകരാറുള്ള കുഞ്ഞിന് സ്കാൻ ചെയ്യുമ്പോൾ മിഷനിൽ അമ്മക്കാശുരൂപം കാണിക്കും. അതാണ് വിശ്വാസം. ആ ഒരു കാണിക്കുന്ന സമയത്ത് ഈ കാശുരൂപത്തിൽ നിന്ന് റേസ് പോയിട്ടാണ് ആ കിഡ്നി സുഖപ്പെടുത്തുന്നത്. ആ കാശുരൂപത്തിൽ നിന്ന് റേസ് പോയിട്ടാണ് ആ കിഡ്നി സുഖപ്പെടുത്തുന്നത്. ഞാൻ കേട്ടതാണ് ഈ സംഭവമെല്ലാം. ഇങ്ങനെ ഒന്നല്ല, എത്ര സാക്ഷ്യങ്ങളാണുള്ളത്. തിരി, ഉടമ്പടി തൈലം, നേർച്ച വസ്തുക്കളെല്ലാം അമ്മ സജീവമായി എല്ലാവർക്കും അനുഗ്രഹം കിട്ടാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് കേട്ടതുപോലെ അനുതാപം, വിശുദ്ധീകരണം, സ്നേഹത്തിൽ സാക്ഷീകരണം. പ്രൈസ് ദി ലോർഡ്. അസമാപന ആശീർവാദം സ്വീകരിക്കാം. ദിവ്യകൃപാന ആശീർവാദമാണ്. അത് കഴിയുമ്പോൾ ഹോസ്പിറ്റൽ മിഷൻകാർ ഓഡിറ്റോറിയത്തിൽ അരമണിക്കൂർ 15 മിനിറ്റ് കഴിയുമ്പോൾ ഹോസ്പിറ്റൽ മിഷൻ ശുശ്രൂഷയ്ക്ക് പോകുന്നവർ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ അവരുടെ യഥാർത്ഥ സ്ഥലത്ത് കൂടേണ്ടതാണ്. തമിഴ് ഉടമ്പടി ആ സമയത്ത് ആരംഭിച്ചിരിക്കും. 4 മണി, ഇപ്പോഴൊരു 3:30 മണി, 4:30 മണിയാകുമ്പോൾ ഹോസ്പിറ്റൽ മിഷനെല്ലാം കഴിഞ്ഞ് അച്ഛൻ 4:30 മണിയാകുമ്പോൾ
തമിഴ് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരെയും തന്നെ കാണും. കാരണം അവർക്ക് ഒരു ദിവസമേ ഉള്ളൂ. അപ്പോൾ അത് ഉടമ്പടി കഴിഞ്ഞ് വരുമ്പോൾ അവരെ കാണും. ഹോസ്റ്റൽ മിഷൻകാരെയും കാണും. പിന്നെ എന്തെങ്കിലും ക്യാൻസർ രോഗികൾ വല്ലതും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ നാളെ ഓപ്പറേഷൻ, ഈ ആഴ്ചയിൽ ഒരു നിൽക്കക്കളിയില്ലാത്ത ആൾക്കാർ ഓഫീസിൽ പോയി ചീട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് അവരെയും കാണാം. കാരണം വെച്ചാൽ രോഗികളായിരിക്കണം, പക്കാ രോഗികൾ. മരുന്ന് പരാജയപ്പെട്ട രോഗികളുണ്ടെങ്കിൽ അവർക്ക് ഓഫീസിൽ ചീട്ട് കിട്ടും, അവർക്ക് വന്ന് അച്ഛനെ കാണാവുന്നതാണ്. അതാണ് ഇനിയുള്ള സമയങ്ങളിലെ. നിങ്ങൾ ഓർക്കണം, സ്വർഗീയമായ ശുശ്രൂഷ കഴിഞ്ഞ് അമ്മമാതാവിൻ്റെ മധ്യസ്ഥ ഈശോൻ്റെ വലിയ ആശീർവാദം കിട്ടിയാണ് പോണത്. ഒരു കുഞ്ഞിനെപ്പോലും ഇവിടുന്ന് ആശീർവദിക്കാതെ വിട്ടിട്ടില്ല. അതുകൊണ്ട് ഇനി അച്ഛനെ കാണേണ്ട കാര്യം ഒന്നുമില്ല. അത് അല്പവിശ്വാസികളാണ് ഇടിച്ചതിൽ നിൽക്കുന്നത്. പിന്നെ രോഗികളെ ഞാൻ നോക്കും. ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, അത് നമുക്ക് ആവശ്യമാണ്. വേദനപ്പെട്ട് നിൽക്കുന്നവരെ നമ്മൾ ഒരിക്കലും അച്ഛനെ ഒഴിവാക്കത്തില്ല. അത് നിങ്ങൾ ഉടമ്പടി ചെയ്തില്ലേ പോലും ഒഴിവാക്കത്തില്ല. അപ്പം അതുകൊണ്ട് അത് ബാക്കിയുള്ളവർ സന്തോഷിച്ച് പോകണം. എൻ്റെ കാര്യം അമ്മ ഏറ്റെടുത്തിട്ടുണ്ട്, അത്രയും നല്ല ശുശ്രൂഷ കഴിഞ്ഞാണ് ഞാൻ വീട്ടിലോട്ട് പോകണതെന്ന് ഓർത്ത് വേണം മക്കൾ പോകാൻ. സന്തോഷമായിട്ടിരിക്കുക. സമാപന ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.